പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ ബബ്ബ എന്ന ചിത്രത്തിൻ്റെ ബുധനാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഏകദേശം 20 കോടിക്ക് മുകളിലാണ് കേരളത്തിലെ കളക്ഷൻ. അപ്പം വ്യാഴാഴ്ച ദിവസം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ട്രാക്കിംഗ് കളക്ഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം 82 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ നേടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1,30,00,000 മുകളിൽ ഈ ചിത്രം ഇന്ന് കളക്ട് ചെയ്യും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം ഇന്നലെ ഈ സമയം ട്രാക്കിങ് 78 ലക്ഷം രൂപയുള്ളായിരുന്നു. അങ്ങനെ 1,20,00,000 രൂപയായിരുന്നു ഇന്നലെ കളക്ട് ചെയ്തതെങ്കിൽ ഇന്ന് 1,30,00,000 പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. വേൾഡ് വൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക ഒരു 2-2.5 കോടിക്ക് മുകളിൽ ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ നാളെ കൊണ്ട് 2 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് ബബ്ബ എന്ന ചിത്രം. നാളെ എനിക്ക് തോന്നുന്നു മറ്റു പല റിലീഫുകളും ഉള്ളത് ബബ്ബയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാകുന്ന ഒരു ദിവസം കൂടിയാണ്. കാരണം സർവം മായ എന്ന ചിത്രമുണ്ട്. സർവം മായ എന്ന ചിത്രം മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ട്. ഏകദേശം 3,000, 2,000, 3,000, 4,000 ടിക്കറ്റൊക്കെ മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. പ്രീസെയിൽ കളക്ഷനൊക്കെ മികച്ച രീതിയിൽ തുടങ്ങുന്ന ഒരു ചിത്രമാണ്. വളരെ നാളിന് ശേഷമാണ് നിവിൻ പോളിയുടെ ഒരു ചിത്രം ഇങ്ങനെ മികച്ച രീതിയിൽ റിലീഫിങ്ങിന് തയ്യാറെടുക്കുന്നത്. അതുപോലെ ലാലേട്ടൻ്റെ അന്യഭാഷാ ചിത്രമായ ഋഷഭയുണ്ട്. അപ്പം ഈ ചിത്രങ്ങളെല്ലാം വരുന്നത് പഴയ ചിത്രങ്ങളായ കളങ്കാവലിനെയും ബബ്ബയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഏതായാലും ഇന്നും നമ്മുടെ ബബ്ബ എന്ന ചിത്രത്തിന് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷനുണ്ട്. നാളെ ഒരു പക്ഷേ അത് ഉണ്ടാകുമോ ഇല്ലയോ ഉള്ളത് സംശയകരമാണ്. പിന്നെ നാളെ ഇറങ്ങുന്ന ചിത്രങ്ങളെല്ലാം വമ്പൻ രീതിയിലുള്ള പോസിറ്റീവ് അഭിപ്രായം നേടുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ കാര്യം തദൈവയായി മാറും. എല്ലാവരും പുതിയതിനെ ആശ്രയിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. പിന്നെ വെക്കേഷൻ മൂഡാണ്. വെക്കേഷൻ മൂഡിൽ എല്ലാ ചിത്രങ്ങൾക്കും പൊതുവെ സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റൂ. ഏതായാലും പഴയ ചിത്രങ്ങളെ സംബന്ധിച്ച് നാളെ ഏതായാലും ബബ്ബയ്ക്കും കളങ്കാവലിനുമൊക്കെ ഇന്നത്തെ അപേക്ഷിച്ച് നാളെ ഉറപ്പായിട്ടും കളക്ഷൻ കുറയും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ദിലീപിൻ്റെ കരിയറിൽ തന്നെ എനിക്ക് തോന്നുന്നു 8 കൊല്ലത്തിന് ശേഷം ദിലീപിൻ്റെ വമ്പൻ ഒരു തിരിച്ചുവരവാണ് ബബ്ബയിലൂടെ നേടിയത്. പടം ഹിറ്റടിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാവുള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നു 8 കൊല്ലത്തിന് ശേഷം വമ്പൻ രീതിയിലുള്ള കളക്ഷനാണ്. ഏകദേശം 40 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ദിലീപ് സിനിമയെ സംബന്ധിച്ച് അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആ കളക്ഷനിലേക്ക് ബബ്ബ എത്തുന്നു. അതുതന്നെ മികച്ച ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നു. മികച്ച നേട്ടം എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്ന ലാലേട്ടന് അവകാശപ്പെട്ടാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പം ബബ്ബ നാളെ കൊണ്ട് ഏകദേശം 42 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുന്നു. കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 21 കോടിക്ക് മുകളിലുള്ള തുക തന്നെയാണ്. 21.5 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ ഉണ്ടാകും. അങ്ങനെ ബബ്ബ വിശേഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.